Hi students, now we are going to discuss some MCQs from your chapter AP. First one is, if 18A, B and minus 3 are in AP, then what is A plus B? You have to find A plus B. You know that in an AP, the difference between the consecutive terms are equal. That means common difference are equal. Here also we can equate that. This is A1, A2, A3 and A4. So I told you the difference between the consecutive terms are equal. That means the common difference are equal. First you can equate that. So here D equal to A minus 18 and D equal to minus 3 minus B. Why these are equal? Because these are in AP. It is given. So we can equate these D's. So A minus 18 equal to minus 3 minus B. Take B this side and minus 18 to the right side of equal sign. So A plus B equal to minus 3 plus 18. So A plus B equal to 15. So A plus B equal to 15 is the answer. Okay students. Next question. The 10th term of the sequence root 2, root 8, root 18. So you have to find out the 10th term of the sequence this. So our AP is root 2, root 8, root 18 like that. First you check if the given terms are in AP. So you can change all the irrational numbers in terms of root 2. So root 8 can be written as this can be rewrite as root 2. This is root 8 equal to, so root 8 equal to 2 root 2. 2 root 2. Now what is root 18? 2, 9, 3, 3, 1. So this is equal to 3 root 2. So this is 3 root 2. Next term we know it is 4 root 2 like that. Now what is D? D equal to 2 root 2 minus root 2. It is 1 root 2. 1 root 2 same as root 2. So we got root 2 as D and A is also same as A equal to root 2. Our question is find the 10th term. So A10 you need to find. So A10 equal to A plus 9D. So here A is root 2 plus 9 into D is also root 2. So this is equal to 10 root 2 is the 10th term of the sequence. But here is not in root 2 form. So you have to change this into 10 root 2 same as 10 root of 10 into 10 into 2. So answer is root of 200. In this form. Okay. നമ്മളിവിടെ രണ്ട് MCQs ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AP ചാപ്റ്ററിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇഫ് 18A, B minus 3 are in AP, then what is A plus B? അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആർ ഇൻ AP ആണെങ്കിൽ അവരുടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇഫ് A1, A2, A3, A4 are in AP, then A2 minus A1 equal to A3 minus A2 equal to A4 minus A3.
സെയിം റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. b ഈക്വൽ ടു a2 മൈനസ് a1, അത് a മൈനസ് 18. അതുപോലെ ഞാൻ d എടുത്തു -3 മൈനസ് b, a4 മൈനസ് a3. അത് തന്നെ സെയിം ആയിരിക്കും a2 മൈനസ് a3 മൈനസ് a2, പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രണ്ടുപേരും എടുത്തു. അവർ രണ്ടുപേരും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ a മൈനസ് 18 ഈക്വൽ ടു -3 മൈനസ് b, ഡികൾ രണ്ടും ഇക്വേറ്റ് ചെയ്തു. സോ ടേക്ക് ദിസ് b ടു ദിസ് സൈഡ്. സോ a പ്ലസ് b ഈക്വൽ ടു -3 പ്ലസ് 18. സോ a പ്ലസ് b ഈക്വൽ ടു 15. a പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് 15 ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 10th ടേം കണ്ടുപിടിക്കണം. നമ്മുടെ സീക്വൻസ് തന്നിട്ടുണ്ട് √2, √8, √18 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്തു, √2ൻ്റെ ടേംസിലോട്ട് √8നെയും √18നെയും മാറ്റി അത് ഡിവൈഡ് ചെയ്ത് √8 നമുക്ക് കിട്ടി 2√2 എന്ന് കിട്ടി. അതുപോലെ √18 നമുക്ക് കിട്ടിയത് 3√2 കിട്ടി. അതായത് 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3√2 എന്ന് കിട്ടി. അപ്പം അടുത്ത ടേം നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് √2. സോ √2 ആണെങ്കിൽ ഇത് 1√2, 2√2, 3√2, 4√2 അങ്ങനെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ടേം നമുക്ക് ഈസി ആയിട്ട് അറിയാം 5√2. അപ്പം ഇങ്ങനെ ഒരേ ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇറ്റ് ഈസ് 10√2 എന്ന് അറിയാം. അതല്ലെങ്കിൽ അങ്ങനെ എഴുതാനായിട്ട് നമുക്ക് തോന്നിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 2√2 മൈനസ് √2 ഈക്വൽ ടു √2 എന്ന് കിട്ടി. സോ അതിനകത്തുനിന്ന് d ഈക്വൽ ടു √2 കിട്ടി. തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് a ഈക്വൽ ടു √2 അതും കിട്ടി. സോ എയും കിട്ടി, നമുക്ക് ഡിയും കിട്ടി, എയും കിട്ടി ഡിയും കിട്ടി. സോ a10 ആൻഡ് 10th ടേമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ a10 ഈക്വൽ ടു a പ്ലസ് 9d. സോ √2 പ്ലസ് 9√2 ഈക്വൽ ടു 10√2. അതിനെ നമ്മൾ 10√2 എന്നുള്ള ഫോം നമുക്ക് ഇല്ല, നമുക്ക് ഇങ്ങനത്തെ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്തു, 10 × 10 × 2 എന്ന് ഇൻസൈഡിൽ റൂട്ടിൻ്റെ ഇൻസൈഡിൽ എഴുതി. സോ ആൻസർ ഈസ് √200. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ.